You know what changes life? Not money. You know what changes life? Not money, not success. It is gratitude. എൻ്റെ ലൈഫിൽ ഞാൻ എന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു തുടങ്ങിയോ, എൻ്റെ ലൈഫിനോടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ മാറാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. നമ്മളെല്ലാ ആൾക്കാർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് നല്ലൊരു കാറ് വാങ്ങണം, നല്ല വീട് വെക്കണം, നല്ല ബൈക്ക് വാങ്ങണം, നല്ലൊരു ജോലി വേണം. അപ്പം നമ്മൾ ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവുമോ? നമ്മളിപ്പോൾ ആലോചിക്കും നമ്മുടെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. പക്ഷേ ശരിക്കും അങ്ങനെയാവും. ഇപ്പം എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനൊരു 5 വർഷം മുമ്പ് സ്വപ്നം കണ്ട പല കാര്യങ്ങളും എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പലതും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഞാൻ പിന്നെയും അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി ആവും എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷം കണ്ടെത്താൻ പറ്റും. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും ഉള്ളത്. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി നമ്മുടെ ടെൻഷൻ ഒന്ന് റിലീസാവും. ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട് വി ഡോണ്ട് ഹാവ്, വി ട്രൈ ടു ഫോക്കസ് ഓൺ വാട്ട് വി ഓൾറെഡി ഹാവ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രശ്നങ്ങളെയോ സ്ട്രഗിൾസിനെയോ ഇഗ്നോർ ചെയ്യുന്നതല്ല, നമ്മൾ അതിൻ്റെ അകത്തുള്ളൊരു ബ്യൂട്ടി കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രശ്നങ്ങളുള്ളിൽ എന്ത് ബ്യൂട്ടി ഉള്ളത്? ഇതിനെ നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ലൈഫ് നമുക്ക് സ്ട്രഗിൾ തന്ന് നമ്മളെ തകർക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മളെന്തോ ടീച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ലൈഫ് നമ്മളെ ബ്രേക്ക് ചെയ്യുമല്ല, നമ്മളെ അതെന്തോ ടീച്ച് ചെയ്യുകയാണ്. ഫ്യൂച്ചറിലേക്ക് നമുക്ക് ബെനഫിറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണത്. നമ്മളതിൽ നിന്നൊരു ലെസൺ കണ്ടുപിടിച്ച് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾസോ ജസ്റ്റ് ലൈക്ക് ഇപ്പം ഇവിടെ ഒരു സൺസെറ്റ് നടക്കുന്നുണ്ട്, അത് ആക്ച്വലി ഒരു എൻഡിങ് അല്ലേ, പക്ഷെ അത് ബ്യൂട്ടിഫുൾ ആണ്. ഇതൊക്കെ ജസ്റ്റ് ഓർഡിനറി മൊമെന്റ്സ് ആണ്. നമ്മൾ പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഓർഡിനറി മൊമെന്റ്സ് ഒക്കെ നമുക്കൊരു ബ്ലിസ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്കൊരു ഫോം ഓഫ് ബ്ലിസ് ഫീൽ ചെയ്യാൻ പറ്റും. അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാർ വാങ്ങിച്ചു, എനിക്കൊരു ബ്ലിസ് ഫീൽ ചെയ്യാൻ പറ്റും. എ ഫോം ഓഫ് കണ്ടൻമെൻറ്റ് ഓർ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫോക്കസ് ചെയ്യുന്നതിലൂടെ എനിക്ക് ആ സെയിം ഫീൽ കൊണ്ടുവരാൻ പറ്റും. കാരണം കാർ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു, അപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്കതിൻ്റെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ലൈഫിൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും നമ്മൾ അക്നോളജ് ചെയ്തിട്ടില്ല. നമ്മളത് പുറത്തെടുത്ത് ഓക്കെ നമ്മളിത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഓക്കെ സോ വി ആർ ഡൂയിങ് ഗുഡ്, നമ്മൾ അതിനെപ്പറ്റി അവെയർ ആവുകയാണ്. ശരിക്കുമുള്ള ട്രൂ ട്രാൻസ്ഫോർമേഷൻ എപ്പോഴാണ് നടക്കുന്നത്? നമ്മളെല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. നമ്മൾ അതിന് ട്രൈ ചെയ്യുന്ന ടൈം തൊട്ട് നമ്മുടെ ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. വെൻ വി ട്രൈ ടു ഫൈൻഡ് ബ്യൂട്ടി ഇൻ അവർ സ്ട്രഗിൾസ് വി ബിക്കം അൺസ്റ്റോപ്പബിൾ. ലെറ്റ് മീ മേക്ക് ദിസ് സിമ്പിൾ ആൻഡ് ക്ലിയർ. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ്, ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്, അങ്ങനെ ചിന്തിക്കുന്ന സമയം തൊട്ട് ഞാൻ ഈ മൊമെൻറ്റിലായി. ഞാൻ എൻ്റെ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ അല്ല, ഞാനിപ്പം ഈ മൊമെൻറ്റിൽ ഇവിടെ ഉണ്ട്. ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് മൊമെൻറ്റ്, ഐ എം ഹാപ്പി ഫോർ ദിസ് മൊമെൻറ്റ്. ഞാൻ വേറെ എന്തെങ്കിലും എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയോ പാസ്റ്റിലെ എൻ്റെ മിസ്റ്റേക്സോ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചിരുന്നാൽ എനിക്കൊരിക്കലും ഇവിടെ പ്രസൻ്റായിട്ട് നിൽക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ദാറ്റ് സിമ്പിൾ. വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. ഇറ്റ്സ് എ വെരി പവർഫുൾ വേർഡ്. നമ്മൾ വിചാരിക്കും ലൈഫ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നേനെ. ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് എവറിത്തിങ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്ത് കാര്യത്തിനെ പറ്റിയിട്ടാണോ ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ കൂടുതലായിട്ടും നടക്കുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മളില്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല, മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളതും കൂടി പോകും. പക്ഷേ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. മാനിഫെസ്റ്റേഷൻ റിയൽ ആണോ അല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിവിടെ സംസാരിക്കുന്നില്ല. പക്ഷേ അവർ തോട്ട്സ് ആർ റിയൽ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അവർ റിയാലിറ്റി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിലും പല കാര്യങ്ങളും ചേഞ്ച് ആവും. നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും. സോ യു live your life and do things you like and be grateful about it. Only good things will happen to you.